ആ പുതിയ തലമുറ തൊഴിൽ അന്വേഷകരായി മാറേണ്ടവരല്ല. അത് നമ്മളെല്ലാവരും നിരന്തരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്നേക്കാൾ നമ്മളെക്കാൾ എത്രയോ മഹത്വവൽക്കരിക്കപ്പെടേണ്ട വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ അനീഷ് മോഹൻ എന്നുള്ളത് വളരെ ആദരവോടുകൂടി സൂചിപ്പിക്കാനാണ്. അനീഷ് മോഹന്റെ ജീവിതവും ജീവിതാനുഭവങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നമ്മളൊക്കെ വേണമെങ്കിൽ ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വളർന്നു വന്നവരാണ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇവിടെ ഇനി ഒരു പ്രസംഗത്തിന്റെ പ്രഭാഷണത്തിന്റെ അനിവാര്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അനീഷ് മോഹന്റെ ജീവിതം എങ്ങനെയാണോ പ്രതിസന്ധികളെയും പ്രതിലോമകരമായ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള ഇച്ഛാശക്തി, വിൽപ്പവർ, ആ വിൽപ്പവർ അഥവാ ഇച്ഛാശക്തിയുടെ അഭാവമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും വലിയ വിഘാതമായി നിലകൊള്ളുന്നത്. ഇഫ് ദർ ഈസ് എ വിൽ, ദർ ഈസ് എ വേ. നിങ്ങൾക്കൊരാഗ്രഹവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ അത് സാധ്യമാക്കാനുള്ള വഴിയുണ്ട് എന്നുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ അനീഷ് മോഹൻ പങ്കുവച്ചത്. അപ്പൊ അതിനും അപ്പുറത്തൊരു പാഠം, അതിനും അപ്പുറത്തൊരു പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം, മോട്ടിവേഷൻ, അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു മോട്ടിവേഷനേക്കാൾ എത്രയോ വലിയൊരു മോട്ടിവേഷനാണ്, ഒരു ഉദ്ബോധനവും പ്രേരണയും പ്രചോദനവും പ്രോത്സാഹനവുമാണ് നിങ്ങൾക്കൊരു പക്ഷേ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. അനീഷ് മോഹൻ പറഞ്ഞതിന് അനുരോധമായി തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് അദ്ദേഹം ജീവിതാനുഭവം പങ്കുവച്ചതിന് ശേഷം പറഞ്ഞൊരു കാര്യം, കാരണം വളർന്നു വരുന്ന പുതിയ തലമുറ, ആ പുതിയ തലമുറ തൊഴിൽ അന്വേഷകരായി മാറേണ്ടവരല്ല, തൊഴിൽ ദായകരായി മാറേണ്ടവരാണ്. എംപ്ലോയ്മെന്റ് സീക്കേഴ്സ് അല്ല, ജോബ് സീക്കേഴ്സ് അല്ല, ജോബ് പ്രൊവൈഡേഴ്സ് ആയി മാറും. പുതിയ സംരംഭങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കും കഴിവിനും അനുരോധമായ നിലയിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും സഹായവും ഗവൺമെന്റുകൾ നൽകുന്നുണ്ട്.